കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പി. പ്രതിനിധിക്ക് ജയം. സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത എ.കെ. അനുരാജാണ് ജയിച്ചത്. 13 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 8 സീറ്റിൽ CPIM പ്രതിനിധികളും 2 വീതം സീറ്റുകളിൽ കോൺഗ്രസ് ലീഗ് പ്രതിനിധികളും വിജയിച്ചു. ഗവർണർ നോമിനേറ്റ് ചെയ്ത 18 സെനറ്റ് അംഗങ്ങളിൽ ബി.ജെ.പിക്കൊപ്പം നിൽക്കുന്ന 9 പേരെ നിയോഗിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ വിവാദമായിരുന്നു. ഇവരുടെ പിന്തുണയോടെയാണ് നോമിനേറ്റഡ് അംഗം എ.കെ. അനുരാജ് സിൻഡിക്കേറ്റിലേക്ക് എത്തുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മികവിന്റെ കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് അനുരാജ് പറഞ്ഞു. അന്ന് പുറത്താക്കപ്പെട്ട ഈ 8 പേർ എനിക്കൊപ്പം ഉറച്ചു നിന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് വിജയത്തിലേക്ക് നയിച്ചത്. അതോടൊപ്പം ഞങ്ങളെ പിന്തുണച്ച പ്രസ്ഥാനങ്ങളുണ്ട്, അതുപോലെ തന്നെ ആശയഗതിയുള്ള പിന്തുടരുന്നവരുണ്ട്, വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയെ മികച്ച വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുക, അതിനുള്ള സജീവമായ പ്രവർത്തനം ഏത് കോണിൽ നിന്ന് ഏത് രീതിയിലുള്ള എതിർപ്പുണ്ടായാലും ആത്മാർത്ഥമായി ചെയ്യും. നോമിനേറ്റഡ് അംഗങ്ങളെ ഉപയോഗിച്ച് പിൻവാതിലൂടെയാണ് സിൻഡിക്കേറ്റിലേക്ക് ബി.ജെ.പി. പ്രതിനിധി എത്തിയതെന്ന് MSF ആരോപിച്ചു. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 7 ഇടതുപക്ഷ പ്രതിനിധികളും 2 വീതം കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രതിനിധികളും സിൻഡിക്കേറ്റിലെത്തി. പ്രോ ചാൻസലറും മന്ത്രിയുമായ ആർ ബിന്ദു, വൈസ് ചാൻസലർ ജയരാജ് തുടങ്ങിയവരും ഇത്തവണ വോട്ട് രേഖപ്പെടുത്തി. റിപ്പോർട്ടർ, കോഴിക്കോട്.